ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ ഹീറോയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി. അത് നമുക്ക് അതിനകത്ത് പൊല്യൂഷൻ ടെസ്റ്റും വണ്ടി മിസ്സിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു ഫ്രണ്ടിലൊരു ഫ്ലാപ്പ് പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിലെ പൊല്യൂഷൻ നമ്മൾ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത് പ്ലഗിൻ്റെയാണ്. അപ്പോൾ പ്ലഗ് മാറ്റി കഴിഞ്ഞപ്പോൾ മിസ്സിങ്ങിൻ്റെ കേസ് റെഡി ആയിട്ടുണ്ട്. കാർബറേറ്റർ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം കാരണം വെച്ചാൽ ഓൾറെഡി കാർബറേറ്ററിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു വിട്ടായിരുന്നതാണ്, ഇടയ്ക്ക് ഓവർഫ്ലോ വരുന്നൊരു കംപ്ലയിൻറ്റ് കാർബറേറ്ററിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അഴിച്ച് ക്ലീനർ അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ചിലപ്പോൾ ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലനിർത്തിയാണ്. ഞാൻ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടില്ല. പൊല്യൂഷൻ ഞാൻ ട്യൂൺ ചെയ്ത് കുറച്ച് പണിപ്പെടേണ്ടി വരും, എന്നാൽ പോലും ഞാൻ ആ രീതിയിൽ നമുക്ക് പൊല്യൂഷൻ പാസ്സാക്കി എടുക്കാം. കാരണം കാർബറേറ്റർ അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ലീക്കില്ല. പക്ഷേ കാർബറേറ്റർ അഴിച്ചിട്ട് നമ്മൾ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ഓൾറെഡി തേയ്മാനം ഉള്ളതാണ്. അപ്പോൾ അത് എങ്ങാനും കൂടുതലായിട്ട് നമ്മളിപ്പോൾ ക്ലീനർ എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ കണ്ടൻറ്റാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അങ്ങനെ പൊളിഞ്ഞാൽ പിന്നീട് നമുക്ക് വണ്ടി കാർബറേറ്റർ മാറ്റാതെ വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണ്ടീഷനാവും. അപ്പോൾ തൽക്കാലം ഞാൻ പൊല്യൂഷൻ്റെ കേസ് റെഡിയാക്കാം, മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റും റെഡിയാക്കാം, ആ രീതിയിൽ ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വലിയ താമസിച്ചാണ്ട് കാർബറേറ്റർ മാറ്റി കളയാനാണ് ബെറ്റർ. കാരണം എന്താ ചെയ്താൽ അല്ലെങ്കിൽ ഓവർഫ്ലോ അതിന് കൂടുതൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞേക്കണ കേസുകൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വണ്ടി ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.